നമസ്കാരം. ഒരു പെൺകുട്ടി തൻ്റെ യാത്രക്കിടയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ ഹോട്ടലിലെ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്ന് അവളുടെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷേ അവളെ അവിടേക്ക് എത്തിച്ചത് ആരാണ്? മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആ ഹോട്ടലിലെ ലിഫ്റ്റിൽ പതിഞ്ഞ അവളുടെ CCTV ദൃശ്യങ്ങൾ ഇന്നും ഇൻ്റർനെറ്റിലെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ്. ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത പ്രേതകഥകളെ പോലും തോൽപ്പിക്കുന്ന എലിസ ലാം എന്ന പെൺകുട്ടിയുടെ മരണരഹസ്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ കഥ തുടങ്ങുന്നത് ലോസ് ആഞ്ചലസിലെ കുപ്രസിദ്ധമായ സെസിൽ ഹോട്ടലിൽ നിന്നാണ്. 1924 പണി കഴിപ്പിച്ച ഈ ഹോട്ടലിന് പറയാൻ നൂറുകണക്കിന് ദുരൂഹ കഥകളുമുണ്ട്. നിരവധി ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും ഈ ഹോട്ടൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നൈറ്റ് സ്റ്റാക്കർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് റാമിറസ് എന്ന സീരിയൽ കില്ലർ വരെ ഇവിടെ താമസിച്ചിരുന്നു. ലോസ് ആഞ്ചലസിലെ ഏറ്റവും അപകടകരമായ സ്കിഡ് റോ എന്ന തെരുവിനടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം ഒരു ഹോട്ടലിലേക്കാണ് 2013 ജനുവരിയിൽ കാനഡയിൽ നിന്നുള്ള 21 വയസ്സുകാരി എലിസ ലാം എത്തുന്നത്. ജനുവരി 26 ഹോട്ടലിലെത്തിയ എലിസ ഫെബ്രുവരി 1 ചെക്കൗട്ട് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അന്നേ ദിവസം അവളെ കാണാതായി. മകളെക്കുറിച്ച് വിവരമില്ലാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് ഹോട്ടലിൽ അരിച്ചു പിറക്കിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ഒടുവിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 14 പോലീസിന് ഒരു CCTV ദൃശ്യം കിട്ടുകയാണ്. ഹോട്ടലിലെ ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ളതായിരുന്നു അത്. ലിഫ്റ്റിൽ കയറുന്ന എലീസ ഉടൻ തന്നെ എല്ലാ ബട്ടണുകളും അമർത്തുന്നു. എന്നാൽ ലിഫ്റ്റിൻ്റെ വാതിൽ അടയുന്നില്ല. അവൾ ലിഫ്റ്റിന് പുറത്തേക്ക് തലയിട്ട് നോക്കുന്നു. ആരോ അവളെ പിന്തുടരുന്ന പോലെയാണ് അവളുടെ പെരുമാറ്റം. അവൾ ലിഫ്റ്റിൻ്റെ മൂലയിൽ ഒളിക്കുന്നു. ഇടയ്ക്ക് പുറത്തിറങ്ങി കൈകൾ വിചിത്രമായ രീതിയിൽ ചലിപ്പിക്കുന്നു. ആരോടോ സംസാരിക്കുന്നതായും എന്തോ ആംഗ്യം കാണിക്കുന്നതായും തോന്നിക്കും. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചിലർ വിശ്വസിക്കുന്നത് മറ്റൊരു ലോകത്തേക്ക് പോകാൻ സഹായിക്കുമെന്ന് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന എലിവേറ്റർ ഗെയിം അവൾ കളിക്കുകയായിരുന്നു എന്നാണ്. ഒടുവിൽ അവൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. അവൾ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ലിഫ്റ്റ് വാതിൽ തനിയെ അടയുകയും അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതായിരുന്നു എലീസയെ അവസാനമായി കണ്ട നിമിഷം. ഫെബ്രുവരി 19 ഹോട്ടലിലെ താമസക്കാർ പരാതിയുമായി മാനേജറെ സമീപിക്കുന്നു. പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് കറുത്ത നിറമാണ്. മാത്രമല്ല അതിന് അസഹനീയമായ ഒരു രുചിയും മണവുമാണ്. ഉടൻ തന്നെ ഹോട്ടലിലെ മെയിൻ്റനൻസ് ജീവനക്കാർ ടെറസിലെ വാട്ടർ ടാങ്ക് പരിശോധിക്കാൻ മുകളിലെത്തി. 4 കൂറ്റൻ ടാങ്കുകളിൽ ഒന്നിൻ്റെ അടപ്പ് തുറന്ന അയാൾ പേടിച്ച് ബോധരഹിതനായി. ടാങ്കിനുള്ളിലെ വെള്ളത്തിൽ എലിസ ലാമിൻ്റെ നഗ്നമായ മൃതദേഹം അഴുകിയ നിലയിൽ കിടക്കുന്നു. അവളുടെ വസ്ത്രങ്ങൾ ടാങ്കിൻ്റെ അടിത്തട്ടിലായിരുന്നു. 2 ആഴ്ചയോളം ഹോട്ടലിലെ താമസക്കാർ കുടിച്ചതും കുളിച്ചതും ആ പെൺകുട്ടിയുടെ മൃതദേഹം കിടന്ന വെള്ളത്തിലായിരുന്നു. പോലീസ് കേസന്വേഷണം നടത്തിയെങ്കിലും പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചില്ല. 8 അടി ഉയരമുള്ള ആ ടാങ്കിന് മുകളിൽ ഒരു പെൺകുട്ടിക്ക് തനിയെ കയറാൻ കഴിയില്ല. അതിനേക്കാൾ നിഗൂഢം ആ ടാങ്കിൻ്റെ ഭാരമേറിയ മൂടി അകത്തു നിന്ന് ഒരാൾ എങ്ങനെ അടയ്ക്കാൻ കഴിയും എന്നതാണ്. പോലീസ് എത്തുമ്പോൾ ടാങ്ക് അടഞ്ഞ നിലയിലായിരുന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നാൽ വലിയ ശബ്ദത്തിൽ അലാറം മുഴങ്ങേണ്ടതാണ്. പക്ഷേ അന്ന് അലാറം മുഴങ്ങിയിട്ടുമില്ല. ആരാണ് അലാറം ഓഫ് ചെയ്തത്? അവളുടെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെയോ വിഷത്തിൻ്റെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ബലപ്രയോഗം നടന്നതിൻ്റെ അടയാളങ്ങളുമില്ല. മുങ്ങി മരണമാണെന്നതാണ് ഔദ്യോഗികമായുള്ള റിപ്പോർട്ട്. എലിസ ലാമിൻ്റെ മരണത്തിന് മറ്റൊരു വിചിത്രമായ വശം കൂടിയുണ്ട്. 2005 ഇറങ്ങിയ ഡാർക്ക് വാട്ടർ എന്ന ഹൊറർ സിനിമയുമായി ഈ സംഭവത്തിന് അവിശ്വസനീയമായ ഒരു സാമ്യമുണ്ട്. സിനിമയിലും ഇതേപോലെ പെൺകുട്ടി ഹോട്ടലിൻ്റെ ലിഫ്റ്റിൽ വിചിത്രമായി പെരുമാറുന്നതും പിന്നീട് വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്നതുമാണ് പ്രമേയം. സിനിമയിലെ പെൺകുട്ടിയുടെ പേരും എലീസയുടെ പേരും തമ്മിൽ സാമ്യമുണ്ടായിരുന്നു. ഇത് വെറും ഒരു യാദൃച്ഛികതയാണോ? എലിസ ലാമിന് എന്താണ് സംഭവിച്ചത്? അവൾക്ക് മാനസികമായ അസ്വാസ്ഥ്യമുണ്ടായിരുന്നുവെന്ന് കുടുംബം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ആ രാത്രി അവിടെ നടന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഹോട്ടൽ ജീവനക്കാരൻ്റെ ക്രൂരതയാണോ? അതോ ലിഫ്റ്റിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അദൃശ്യമായ ഏതെങ്കിലും ശക്തികൾ അവളെ അവിടേക്ക് നയിച്ചതാണോ? സെസിൽ ഹോട്ടൽ ഇന്നും ലോസ് ആഞ്ചലസിലെ ഒരു വലിയ നിഗൂഢതയായി തുടരുന്നു. എലിസ ലാമിൻ്റെ ആ വിചിത്രമായ വീഡിയോ ഇന്നും നമ്മളോട് ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: ആ രാത്രി അവൾ ആരെയാണ് ആ ലിഫ്റ്റിന് പുറത്ത് കണ്ടത്? വെബ് ഡെസ്ക് തത്വമൈ TV.